നമുക്കിപ്പം അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വോട്ടിൻ്റെ 335 എന്ന് പറയുന്ന ട്രൂ വയലറ്റ് ഹെഡ്ഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. പാക്കേജിനകത്ത് ഫ്ലിപ്കാർട്ടിനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഓർഡർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്, 1499 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബില്ല് ഇതാണ് നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത നെക്ക് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കിൽ വരുന്നതാണ്. ബ്ലാക്ക് വയേർഡ് എന്ന് പറഞ്ഞാൽ യെല്ലോ വയേർഡ്. ഇതിലവർ പറഞ്ഞിരിക്കുന്ന ബാക്കിൽ ഇതിൽ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറഞ്ഞാൽ 5.0 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫീച്ചേഴ്സാണ് എന്ന് പറഞ്ഞാൽ 10 മീറ്റേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കണക്ഷൻ കിട്ടും. പിന്നെ നല്ല കൺട്രോൾ ബഡ്സാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന സി ടൈപ്പാണ്. അത് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ വരുന്ന ഈ ബഡ്ജറ്റിൽ വരുന്ന ഒരു ഹെഡ്ഫോണിലും എന്ത് ചെയ്യുന്നില്ല, സി ടൈപ്പ് കൊടുക്കുന്നില്ല. പിന്നെ സിംഗിൾ പ്രസ് ചെയ്യുന്ന ബട്ടണിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് അസിസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ IP65 ഫ്ലാഷ് ആൻഡ് സിസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വിയർപ്പ് തുള്ളികളൊന്നും ഇതിൽ വന്നാൽ കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ട് കൊണ്ട് ചിപ്സെറ്റ് കൊണ്ട് ലോ പവർ എടുക്കത്തുള്ളൂ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ അസാപ്പ് ചാർജിങ് ടെക്നോളജി എന്ന് പറയുന്ന 10 മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്യാമെങ്കിൽ നമുക്ക് 10 മണിക്കൂർ വരെ പ്ലേബാക്ക് ടൈം കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ 40 മിനിറ്റ് മതി ഇത് ഫുൾ ചാർജ് ആവാൻ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 ഇയർ ടിപ്പും എന്താണ് മാഗ്നറ്റിക്കാണ്. പിന്നെ 10 ഡ്രൈവറാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബാസ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡുവൽ പെയറിംഗ് എന്നാണ്. ഡുവൽ പെയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വേറൊരു ഫോണിലും കൂടെ കണക്ട് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു ഫോണിൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പാട്ട് പോസ് ചെയ്താൽ മറ്റൊരു ഫോണിൽ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പാട്ടല്ലെങ്കിൽ വീഡിയോ എന്ത് വേണോ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. അതാണ് ഡുവൽ പെയറിംഗ്. പക്ഷേ 2 ഫോണിനെയും പാട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ നോൺ സ്റ്റോപ്പ് ഓഡിയോ ബിസിനസ് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന എത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മണിക്കൂറാണ് ഇതിൽ പറയുന്നത്. പിന്നെ ലോ ലൈറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിമൊക്കെ ചെയ്യുമ്പോഴുള്ള ലൈറ്റൻസി ചെറിയ ഇഷ്യൂസ് ഉണ്ടാകും. ഇപ്പോൾ ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ വെടി വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ചെയ്യുന്നതിന് കുറച്ച് നേരം കഴിഞ്ഞായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഫോക്കസ് ആവുന്നത്, അല്ലെങ്കിൽ അത് കൊള്ളുന്നത്. അപ്പോൾ അതിന് ലോ ലൈറ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചേഴ്സും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് പാക്കേജ് ഓപ്പൺ ചെയ്യാം. പാക്കേജ് ഈ ബഡ്ജറ്റിൽ വരുന്ന അനുസരിച്ച് വലിയ മികച്ച പാക്കേജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആവറേജ് ക്വാളിറ്റി പാക്കേജ്. നമുക്ക് പാക്കേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി താഴോട്ട് വയ്ക്കാം. ആവറേജ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നെക്ക് ബാൻഡാണ് ഇത്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നെക്ക് ബാൻഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ, നമ്മൾ സാധാരണ ലോ ബഡ്ജറ്റിലൊക്കെ കിട്ടുന്ന 800 ഒരു 500 ആ ലെവലിൽ കിട്ടുന്ന നെക്ക് ബാൻഡിൽ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണുള്ളത്. പാക്കേജിങ്ങിൽ വേറെ കാര്യമായിട്ടൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് ബാൻഡ് ഉണ്ട്. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ. പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് അഡ്വർടൈസ്മെൻറ്റാണ്. നമുക്ക് ഓരോ ബോട്ടിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഓരോ അഡ്വർടൈസ്മെൻറ്റാണ്. നമുക്കിത് മാറ്റി വയ്ക്കാം. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളത് 1 വർഷത്തെ വാറൻറ്റി കാർഡാണ്. 1 വർഷത്തെ വാറൻറ്റി കാർഡും ബോട്ട് നൽകുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു യൂസർ മാനുവൽ, ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഓരോ ഫംഗ്ഷൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു ഇതും. പിന്നെ നമുക്ക് കിട്ടിയിരുന്ന ഇയർ ടിപ്സാണ്. കുറേ ഇയർബഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 4 ഇയർബഡ്സ്, അങ്ങനെ 6 ഇതിൽ കൂടെ ചേർത്ത് 6 ഇയർബഡ്സാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ UFC Type-C ചാർജിങ് പോർട്ടാണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം. അതിൽ നമുക്ക് ബോട്ടിൻ്റെ സിമ്പിൾസും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല സി ടൈപ്പ് ആണെന്ന് പറയാം. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള നെക്ക് ബാൻഡിന് എടുക്കാം. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. അല്ല മാരക ഐറ്റമൊന്നുമല്ല. അത്യാവശ്യം സിലിക്കോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മെറ്റലാണ്. ഇത് മെറ്റലാണ്, അത്യാവശ്യം നല്ല മെറ്റലാണ്. പക്ഷേ നമ്മൾ OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് സീലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ മെറ്റലല്ല, പ്ലാസ്റ്റിക്കാണ്. പിന്നെ അത് സിലിക്കോണാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറയാം. പിന്നെ ഇതൊരു ബട്ടണുണ്ട്, പവർ ബട്ടനാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സി ടൈപ്പ് ഇവിടെ നമ്മുടെ ബുള്ളറ്റ് വയർലെസ് സീലൊന്നും നമ്മൾ സി ടൈപ്പിനെ ക്ലോസ് ചെയ്തുകൊണ്ടൊരു ക്യാപ്പ് കാണത്തില്ല. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട്. എന്തുകൊണ്ട് ഫ്ലാഷ് റെസിസ്റ്റൻസ് അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഉള്ളത് പ്ലസ് മൈനസ് അത്തരത്തിലുള്ള ബട്ടനാണ്. പിന്നെ ഇവിടെ ബോട്ടിൻ്റെ ലോഗോയും കാണാം. ഈ രണ്ട് സൈഡിലും ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 150 mAh ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്കാണ്. നമുക്കിതിൽ ഉപയോഗിക്കുന്ന ഇയർ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല അത്യാവശ്യം മാഗ്നറ്റിക് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും
ഇങ്ങനെ ഊരി പോകത്തില്ല. അത്യാവശ്യം മാഗ്നറ്റിക് ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ഒന്ന് നോക്കാം. ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയെന്ന് നോക്കാം.